ഫെസ്റ്റിവൽ പെട്ടെന്ന് നടക്കാൻ പോണത് നമ്മൾ ഉദ്ദേശിച്ച സാധനം മാത്രം. ഞങ്ങളിന്ന് വെറുതെ ബിഷപ്പ് കാണാനായിട്ട് ഇറങ്ങി കൊടുക്കണുണ്ട്. ലോറി മോസ്റ്റിലേക്ക് വന്നിട്ടുള്ളതാണ്. ഞങ്ങള് നടന്ന് എത്തണുള്ളൂ. അത് മൊത്തം ഫൈനലി നമ്മൾ എത്തിയിരിക്കുന്നു ലോറിമോസ്. ലോറിമോസ് അവിടെയൊക്കെ ഇങ്ങനെ അവിടെ പോകുന്നുണ്ട്. വാങ്ങാനാണ് കേട്ടോ, ഇങ്ങനെ ഒരു സംഭവം വാങ്ങാനാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ക്രിക്കറ്റിൻ്റെയും നിങ്ങളുടെ എന്താ പറയുക എല്ലാ വക ഐറ്റംസും കിട്ടും കേട്ടോ. ബാഗ്, ബാറ്റ്, ഹെൽമെറ്റ്, പാഡ് എല്ലാതും. നമ്മൾ വാങ്ങാൻ വന്നത് ഈ ഒരു സംഭവമാണ് കേട്ടോ. സംഭവം കിട്ടുന്നുണ്ട് എന്തായാലും. അപ്പോൾ ഇവിടെ വേറെ ഒരെണ്ണം കൊടുക്കുന്നുണ്ട്, കുക്കുംബ്രഡ് തന്നെ, പക്ഷെ ഇതിനെ പോളിഷ് ചെയ്യാത്തതാണ്. ഇവിടെ വന്നപ്പോഴേ ഇങ്ങനെ നിരനിരാന്നും കുറേ ബാറ്റുകളുണ്ട് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ തീരെ ചെറിയൊരു ബാറ്റ് കണ്ടോ, കൊച്ചു കുട്ടികൾക്കുള്ള ബാറ്റ് കിട്ടി. എല്ലാതും ഉണ്ട് ഇയാൾക്ക്, പക്ഷെ തല മാത്രമില്ല. ഇട്ടുണ്ട് കേട്ടോ ആ സാധനം. നോക്കട്ടെ, ഇതിന്റെ ഉപയോഗം എന്തിനാണെന്ന് എനിക്കറിയില്ല. എന്തിനാ ഉപയോഗം? ബാറ്റ് മാലറ്റ് എന്ന് പറയും. അതായത് നമ്മൾ പുതിയ ബാറ്റൊക്കെ വാങ്ങിച്ചിട്ട് സ്റ്റിച്ച് കൊടുക്കുമ്പോൾ കളിക്കുന്ന ബാറ്റാണെങ്കിൽ നമ്മളത് ടാപ്പ് ചെയ്യാന്ന് പറയും. കൊട്ടി അത് ബലം വെപ്പിക്കണം, നല്ല പവർ വരുത്തണം. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ബാറ്റ് മാലറ്റ്. ഇതിവിടെ ബിഷപ്പിലുണ്ടായിരുന്ന വിൽക്കോ ആണ് കേട്ടോ, പക്ഷെ ഇതിപ്പോൾ പൂട്ടി പോയി. ഇപ്പൊ നിയറസ്റ്റ് ആയിട്ട് ഒറ്റ വിൽക്കോ ഇല്ല ഞങ്ങൾക്ക്. അങ്ങനെ തന്നെ ഒരു ചാറ്റി ഷോപ്പിൽ നിന്ന് കയറിയിട്ട് എനിക്കൊരു മാച്ചിന് ബാഗ് കിട്ടി. ഇവിടെ നമുക്ക് മിക്കവാറും നമ്മുടെ ക്രിബ് കിട്ടാറില്ല ടൈം. ഇങ്ങനത്തെ നമ്മുടെ പുൽക്കൂടിൻ്റെ ഇങ്ങനത്തെ സെറ്റ് കിട്ടില്ല. ഒരിങ്ങനെ ട്രീയും അങ്ങനത്തെ വെച്ചിട്ടൊക്കെയാണല്ലോ ഡെക്കറേറ്റ് ചെയ്യാറ്. പക്ഷേ ഈ ഒരു കടയിൽ വന്നപ്പോൾ അതേ നമ്മുടെ പുൽക്കൂടിൻ്റെ സെറ്റ് ഉണ്ട് 25 പൗണ്ടിന്. സാധനം കാണിച്ചു തരട്ടെ. ഇന്ന് ഭയങ്കര കാണാൻ കണ്ടൊരു ബാറാണ് കേട്ടോ. ആ ബാറിന്റെ മുമ്പിലാണ് ഒരു ഇത് ആക്കിയിട്ടുള്ളത്. എന്തോ ഒരു സംഭവമാണ്. നോക്കാം. എന്തിനാ മെഷീൻ? ഇതൊക്കെ കേടായി തുടങ്ങിയല്ല കേടായി. ആ സംഭവൻ്റെ ടൈമിൽ എല്ലാത്തിലും പൂവുണ്ടായി നിൽക്കണമായിരുന്നു.
അവർക്ക് അത് പിന്നെ അതിന് ഇൻഡിവിജ്വലായിട്ട് വിളിച്ച് ചോദിക്കട്ടെ അപ്പം നീ ഉണ്ടാവുമോ അത് കൊടുക്കണ്ടോ നിന്റെ അഭിപ്രായം എന്താ? മതി മതി. അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകും. സ്റ്റെപ്പ് പഠിക്കേണ്ടത് തുടങ്ങാൻ പറ്റില്ലല്ലേ? ഓരോരോ സ്റ്റോറുകൾ നോക്കിയ കാണുമ്പോൾ നമുക്ക് കൊതിയാവും. ഓരോരോ സ്റ്റോറുകൾ കണ്ടിട്ടെന്ന് വെച്ചാൽ ചാർജ് 30. ഇവിടെ നമ്മൾക്ക് 3 മണിക്കൂറാണ് ടൈം. ഹൊറൈസോണിൻ്റെ പാർക്കിങ്ങിൽ നമുക്ക് അലൗഡായിട്ട് ഇടാൻ പറ്റുള്ളൂ. നമ്മൾ 3 ആയിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ എങ്ങാനും അതിനൊക്കെ കൂടുതൽ നേരം നമ്മൾ എടുക്കണമെന്ന് വെച്ചാൽ 30 പൗണ്ടാണ്. ഈ മോറിസോണിൻ്റെ ബിൽഡിങ് എപ്പോഴും ഇങ്ങനത്തെ ബിൽഡിങ്ങുകളാണ് അല്ലേ മോറിസോണിൽ? കുഞ്ഞ് പഴയ വീട് പോലത്തെ ബിൽഡിങ്സ് അല്ലേ മോറിസോണിൽ? എന്തായാലും ഇവിടെ വരെ വന്നതല്ല. അപ്പോൾ ഇത് മോറിസോണിലും കൂടി കയറിയിട്ട് പോകാന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇവിടേക്കും കൂടി എത്തിയിട്ടേ കള്ളു വന്ന് പുറത്തേക്ക് ക്ലീൻ ചെയ്യുന്ന കാണാൻ കണ്ട ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇങ്ങനെ റൗണ്ടിലേക്ക് ക്ലീൻ ചെയ്യാം. എനിക്കിത് ഫസ്റ്റ് ടൈം വേണ്ട ഞാൻ ഇവിടെ കാണുന്നത്. ഇതേ കണ്ടോ ക്ലീൻ ആവാനായിട്ട് ഇങ്ങനെ നടക്കുന്നത്. സെൻസർ വെച്ച് പോകുന്നതാണ്. നമ്മളെ ഇങ്ങനെ കേക്കിൻ്റെ സെക്ഷനിലേക്ക് എത്തിയതാണ് കേട്ടോ. അപ്പോൾ ഈ മെഷറിംഗ് കപ്പിൻ്റെ അടുത്ത് എത്തിയപ്പോൾ നമ്മളൊരു കുഞ്ഞിനെ കണ്ടു. കുഞ്ഞിനെ ഇരിക്കുന്നത് ബീറ്റർ നോക്കാം. കണ്ടോ ഒരു കുഞ്ഞൻ. ആ കുഞ്ഞൻ എത്ര? 2 പൗണ്ട് കേട്ടാ. നല്ല ഭയങ്കര കാണാൻ. ഇത്രയും ചെറുത് കണ്ടിട്ടുണ്ടായില്ല. നമുക്ക് വേണ്ട, കാരണം അവിടെ തന്നെ ഇരിക്കട്ടെ. ലൈറ്റ്